പ്രിയ വിദ്യാർത്ഥികളെ, നെക്സ്റ്റ് ടോപ്പിക് ദ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ദ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അത് എടുക്കുന്നതിന് മുന്നേ അതിലേക്ക് ആവശ്യമുള്ള രണ്ട് റിസൾട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് റിസൾട്ട് 1. എന്താണ് റിസൾട്ട് 1? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് സെറ്റ്സ് ആൻഡ് റിലേഷൻ എന്ന ചാപ്റ്ററിൽ. ലെറ്റ് എ ആൻഡ് ബി ടു ഫൈനൈറ്റ് സെറ്റ്. ലെറ്റ് ക്യാപിറ്റൽ എ and capital B be two finite sets then cardinality, that is നമ്മൾ number of elements in A ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ? സാധാരണ n of A എന്ന് ഡിനോട്ട് ചെയ്യും, or cardinality of A എന്ന് ഡിനോട്ട് ചെയ്യും. Okay, then cardinality of A union B, this equal to cardinality of A plus cardinality of B minus cardinality of A intersection B. Okay, നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് ആണ്, വളരെ സിമ്പിൾ പ്രൂഫ് ആണ്. ദാറ്റ് ഈസ് പ്രൂഫ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് cardinality of A union B, this equal to cardinality of A plus cardinality of B minus cardinality of A intersection B. രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് A എന്ന സെറ്റ്, നെക്സ്റ്റ് B എന്ന സെറ്റ്. A യൂണിയൻ B പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് അല്ലേ? എയുടെ എലമെന്റ്സും ബിയുടെ എലമെന്റ്സും എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് A ഇന്റർസെക്ഷൻ B പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എയിലുള്ള എലമെന്റ്സ് ആഡ് ചെയ്യും പ്ലസ് നമ്പർ ഓഫ് ബിയിലെ എലമെന്റ്സ് ആഡ് ചെയ്യും. പക്ഷേ ഇത് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പറയുമ്പോൾ ഈ ഇതിലെ എലമെന്റ്സ് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതിലെ രണ്ടെണ്ണത്തിന് ഒന്ന് മൈനസ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി കംപ്ലീറ്റ് പ്രൂഫ് ചെയ്യും? ദാറ്റ് ഈസ് if number of A intersection B അല്ലെങ്കിൽ cardinality, that is cardinality of A intersection B equal to n എന്നെടുക്കാം. that is ഈ A intersection B രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ എണ്ണം n എന്നെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് എ? നമ്പർ ഓഫ് എ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾവേസ് സബ്സെറ്റ് ഓഫ് എ ആണ് അല്ലേ? കാരണം എ ഇന്റർസെക്ഷൻ ബി എപ്പോഴും എയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ നമ്പർ ഓഫ് എ എടുക്കുമ്പോൾ ഇതിലുള്ള എലമെന്റ്സ് എൻ്റെ കൂടെ ബാക്കിയുള്ള എലമെന്റ്സും കൂടി കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് ആർ എന്നെടുക്കുമ്പോൾ. ഓക്കെ, ദാറ്റ് ഈസ് ഇതിലെ എലമെന്റ്സ് എ ഇന്റർസെക്ഷൻ ബിയിലെ എല്ലാ എലമെന്റ്സും എന്തായാലും എ ഉണ്ടായിരിക്കും. ഇതിലെ എയിലെ എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ബിയിലെ എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിലും ഉണ്ടായിരിക്കുക. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എയിൽ എന്തുണ്ടായിരിക്കും? അതിൽ കൂടുതൽ ഈ എന്നിനേക്കാൾ n ഒരു ഇൻഡിജർ അല്ലേ? അപ്പോൾ എന്നിലേക്കാളും വലിയൊരു ഇൻഡിജർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്നോ എന്നേക്കാൾ വലിയ ഒരു ഇൻഡിജർ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് n പ്ലസ് ആർ എന്ന് എഴുതി. അപ്പോൾ എയിൽ എന്തുണ്ട്? n പ്ലസ് ആർ എലമെന്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ബിയിലെ എലമെന്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. വീണ്ടും എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബി എപ്പോഴും ബിയുടെ സബ്സെറ്റാണ്. കാരണം ബിയിലെ കോമൺ എലമെന്റ് എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ആണ്. അപ്പോൾ ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സും എന്നിന്റെ കൂടെ വേറെ ആറിന് ആവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല, വേറെ ഒരു നമ്പർ, ദാറ്റ് ഈസ് n പ്ലസ് എസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് n എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് രണ്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് cardinality of A equal to n plus R, cardinality of B equal to n plus S. ഇനി
cardinality of A union B. That equal to, that is cardinality of A union B എങ്ങനെയായിരിക്കും? n എലമെന്റ്സ് A ഇന്റർസെക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും n എലമെന്റ്സ്, ഇതിലെ എലമെന്റ്സ് n ആണ്. പിന്നെ ബാക്കിയുള്ള എലമെന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ടോട്ടൽ n പ്ലസ് ആർ. അപ്പോൾ എയില് എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്, ടോട്ടലി n പ്ലസ് ആർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 6 ആയിരിക്കും. നെക്സ്റ്റ് ബിയിലെ എലമെന്റ്സ് ടോട്ടൽ n പ്ലസ് ബി ആണ്, ഇന്റർസെക്ഷനിൽ n, സോറി ടോട്ടൽ n പ്ലസ് എസ് ആണ്, ഇന്റർസെക്ഷനിൽ n ആണെങ്കിൽ ബാക്കി ഇവിടുത്തെ എലമെന്റ്സ് എന്തായിരിക്കും? ഇവിടുത്തെ എലമെന്റ്സ് എസ് ആയിരിക്കും. അപ്പോൾ എ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 6 എലമെന്റ്സ് ഈ ഒരു ഭാഗത്തും n എലമെന്റ്സ് ഈ ഒരു ഭാഗത്തും s എന്ന എലമെന്റ്സ് ഇത്രയും ഭാഗത്തുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? n പ്ലസ് ആർ പ്ലസ് എസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് തെളിയിക്കണ്ടേ എ പ്ലസ് കർണാലിറ്റി ഓഫ് എ പ്ലസ്, ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. Cardinality of A plus cardinality of B minus cardinality of A intersection B. That is this equal to n plus R cardinality of A. Next ഞാൻ ഒരു n ആഡ് ചെയ്യാണ്, അതിൻ്റെ കൂടെ തന്നെ മൈനസ് ചെയ്യാണ്, പ്ലസ് എസ്. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു n plus r. നെക്സ്റ്റ് ഇത് രണ്ടും ഒന്നിച്ച് എഴുതാം. പ്ലസ് n പ്ലസ് എസ് മൈനസ് n. എന്താണ് n പ്ലസ് ആർ? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ. എന്താണ് n പ്ലസ് എസ്? പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി. നെക്സ്റ്റ് എന്താണ് n? മൈനസ് കാർഡിനാലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു cardinality of A plus cardinality of B minus cardinality of A intersection B. ഇനി തമ്മിലുള്ള സെറ്റ് 3 സെറ്റ് ആണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യണം. അപ്പോൾ 2 സെറ്റ് എടുത്തു, എയും ബിയും 2 സെറ്റ് എടുത്തു. ഇനി 3 സെറ്റ് ആണെങ്കിൽ മാക്സിമം എങ്ങനെയൊക്കെ ഇന്റർസെക്ഷൻ വരാം? ഇതൊരു സെറ്റ് എ, നെക്സ്റ്റ് ഇതൊരു സെറ്റ്, പിന്നെ ഈ 2 സെറ്റിനെയും ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വരക്കാം അല്ലേ? ദാറ്റ് ഈസ് എ, ബി, സി. അപ്പോൾ തൊട്ട് മുന്നത്തിനേക്കാളും ഇത്രയും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണ് റിസൾട്ട്? ദാറ്റ് ഈസ് റിസൾട്ട് 2. ദാറ്റ് ഈസ് എ ലെറ്റ് എ ബി ആൻഡ് സി ബി 3 ഫൈനൈറ്റ് സെറ്റ്. Finite sets. Then A union B union C, cardinality of A union B union C. This equal to cardinality of A plus cardinality of B plus cardinality of C minus cardinality of A intersection B minus cardinality of A intersection C minus cardinality of B intersection C plus cardinality of A intersection B intersection C. ഓക്കെ, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. കാരണം 2 സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് സെറ്റ് 2 ആണെങ്കിൽ നമുക്കറിയാം അല്ലേ? തൊട്ട് മുന്നത്തെ റിസൾട്ട് നമുക്കറിയാം. തൊട്ട് മുന്നത്തെ റിസൾട്ട് എന്തായിരുന്നു? A union B, number of A union B equal to number of A plus number of B minus number of A intersection B. ഇത് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഈ റിസൾട്ട് ഉണ്ട്, റിസൾട്ട് 1 ഉണ്ട്. ഓക്കെ, ഇത് ബേസ് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റിസൾട്ട് നമ്പർ ഓഫ് സെറ്റ്സ് 3 ആണെങ്കിൽ ഈ റിസൾട്ട് കിട്ടുമെന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് നമ്പർ ഓഫ് എ, കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഞാൻ ഒരു സെറ്റ് ആക്കി എടുക്കാൻ പോവാം. ബി യൂണിയൻ സി ഒരു സെറ്റ് ആക്കാൻ പോവാം. ദാറ്റ് ഈസ് പ്രൂഫ്. ദാറ്റ് ഈസ് ഇവിടെ 2 സെറ്റേ ഉള്ളൂ, എ ഒരു സെറ്റും ബി യൂണിയൻ സി രണ്ടാമത്തെ സെറ്റും. ദർഫോർ നമുക്ക് ഈ റിസൾട്ട് എഴുതി വെക്കാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി യൂണിയൻ സി B union C minus
number of A intersection B union C. Okay. Next, this equal to number of B union C. വീണ്ടും ഇത് രണ്ട് സെറ്റാണ് അല്ലേ? number of B union C. ഞാൻ കാർഡിനാലിറ്റി എന്ന് തന്നെ എഴുതാൻ പോവാം. ഞാൻ ഇവിടെ എല്ലാം n of എഴുതിയിട്ടുണ്ട്. n of എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇനി കാർഡിനാലിറ്റി എഴുതി കഴിഞ്ഞാലും ഒരേ നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യാം. ഇപ്പൊ ബ്രാക്കറ്റ് എഴുതേണ്ട ആവശ്യമില്ല. That is cardinality of A plus cardinality of B plus minus cardinality of A intersection B. Next, ഇവിടെ നമ്മൾ cardinality of A plus cardinality of B union C minus cardinality of A intersection B union C. Okay. വീണ്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ റിസൾട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം cardinality of B union C രണ്ട് സെറ്റേ ഉള്ളൂ അല്ലെ? വീണ്ടും തൊട്ട് മുന്നത്തെ ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഈ റിസൾട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് പ്രൂഫ് നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് cardinality of A plus cardinality of B plus cardinality of C minus B cardinality of B intersection C. നെക്സ്റ്റ് മൈനസ് എന്താണ് A intersection? എന്താണ് A intersection? That is A intersection B union C. This equal to A intersection C union A intersection B. Sorry, A intersection B union A intersection C. Sorry. A intersection B union, next A intersection C. Okay. Therefore, നമുക്ക് എന്ത് ചെയ്യാം? അതിനെ expand ചെയ്ത് എഴുതാം. That is cardinality of A intersection B, ഇതൊരു സെറ്റ്, union A intersection C. Okay. Next. Therefore, this equal to cardinality of A plus cardinality of B plus cardinality of C minus cardinality of B intersection C. നെക്സ്റ്റ് വീണ്ടും ഇവിടെ രണ്ട് സെറ്റാ അല്ലെ? A intersection B എന്നുള്ളത് ഒരു സെറ്റ് ആക്കി എടുക്കാം, A intersection C എന്നുള്ളത് മറ്റൊരു സെറ്റ് ആക്കി എടുക്കാം. Therefore, cardinality of A intersection B, നെക്സ്റ്റ് മൈനസ് കോമൺ ആയിട്ട് പുറത്ത് എഴുതി. That is A intersection B plus next A intersection C, next minus A intersection B intersection A intersection C. Okay, therefore this equal to cardinality of A plus cardinality of B plus cardinality of C minus cardinality of B intersection C minus bracket open ചെയ്ത് കഴിഞ്ഞാൽ cardinality of A intersection B minus cardinality of A intersection C, next minus minus plus, that is plus A intersection, നമുക്ക് A intersection B intersection A intersection ഒരു പ്രാവശ്യം എടുത്താൽ മതി അല്ലേ? വീണ്ടും ആ സെറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഒരേപോലെ. Therefore നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ A intersection B intersection C എന്ന് എഴുതാം. Okay, that is our required result. That equal to cardinality of A plus cardinality of B plus cardinality of C, next minus cardinality of A intersection C minus cardinality of B intersection C minus cardinality of A intersection B plus cardinality of A intersection B intersection C. Okay. ഇനി നാല് എലമെന്റ്സ് ആണെങ്കിലോ, that is 4 സെറ്റ് ആണെങ്കിൽ, ഇനി ഡയഗ്രാം ഞാൻ വരയ്ക്കുന്നില്ല, that is A B C D 4 സെറ്റ് ആണെങ്കിൽ, that is cardinality of A union B union C union D എന്തായിരിക്കും? തൊട്ട് മുന്നത്തെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. എന്താണ്? മോഡ് cardinality of A plus
cardinality of B plus cardinality of C plus cardinality of D. ആദ്യം സിംഗിൾ സെറ്റ്സുകൾ കംപ്ലീറ്റ് എടുത്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു അല്ലെ, രണ്ട് സെറ്റ് തമ്മിൽ അതെല്ലാം മൈനസ് ചെയ്തു. അപ്പൊ ഇത് ഒരു ബൾക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് മൈനസ്, ഞാൻ ഇങ്ങനെ തന്നെ എഴുതുമ്പോ മൈനസ്, ഇത് ഒറ്റ കളക്ഷൻ. നെക്സ്റ്റ് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ, എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ ഡി, ദാറ്റ് ഈസ് cardinality of A intersection B plus cardinality of A intersection C plus cardinality of A intersection D. ഏഴുള്ള എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലസ് cardinality of B intersection C plus cardinality of B intersection D. Next last plus cardinality of C intersection D. അല്ലേ, കംപ്ലീറ്റ് രണ്ട് സെറ്റുള്ള ഇന്റർസെക്ഷൻ കഴിഞ്ഞു. ഇതെല്ലാം നെഗറ്റീവാണ്. നെഗറ്റീവ് ഞാൻ കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇതിന്ന് കംപ്ലീറ്റ് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് പ്ലസ് അല്ലെ, ആൾട്ടർനേറ്റീവ് പ്ലസും മൈനസും വരുന്നു. ഇവിടെ പ്ലസ്, നെക്സ്റ്റ് മൈനസ്, അടുത്ത പ്ലസ്. പ്ലസ് എടുത്തു കഴിഞ്ഞാൽ 3 എലമെന്റ്സ് എടുക്കാം അല്ലെ. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, നെക്സ്റ്റ് പ്ലസ് എ ഇന്റർസെക്ഷൻ C intersection, sorry, intersection A intersection C intersection D, അല്ലേ, A B C നമ്മൾ എടുത്തു. നെക്സ്റ്റ് A C D നമ്മൾ എടുത്തു. നെക്സ്റ്റ് പ്ലസ്, നെക്സ്റ്റ് B C D, B intersection C intersection D. ഓക്കെ, നമുക്ക് എത്ര ഉണ്ടാക്കാം? 4C3 ആണ്. 4C3, that is 4 കോമ്പിനേഷൻ ഉണ്ടാക്കാം. ബി സി ഡി അല്ലേ, 3 എണ്ണം എത്ര രീതിയിൽ ഇതിനെ കളക്ട് ചെയ്യാം, കോമ്പിനേഷൻ, that is 4C3. നെക്സ്റ്റ് പ്ലസ് ഒന്നും കൂടി എടുക്കാം. ഏതായിരുന്നത്? എ ബി സി എടുത്തു, എ ബി ഡി എടുത്തു, നെക്സ്റ്റ് ബി സി ഡി എടുത്തു, ഇനി ഒന്നും കൂടി എ എ ബി ഡി, എ ബി ഡി അല്ലെ, എ ബി ഡി നമ്മൾ എടുത്തിട്ടില്ല. എ ബി ഡി, ദാറ്റ് ഈസ് പ്ലസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ഡി. ഇനി ലാസ്റ്റ് മൈനസ് എല്ലാറ്റിന്റെയും ഇന്റർസെക്ഷൻ, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. ഇതാണ് 4 സെറ്റ് വരുമ്പോഴുള്ള കേസ്. അപ്പൊ എന്താണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? ഇതിന്റെ ജനറലൈസേഷൻ ആണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ദാറ്റ് ഈസ് n എലമെന്റ് ഉണ്ടെങ്കിൽ, 4 എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, 5 എലമെന്റ് നമുക്ക് എഴുതാൻ അറിയാം, 6 എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ അറിയാം. ഇങ്ങനെ n എലമെന്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട്? ദാറ്റ് ഈസ് ദി ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ദി ഇൻക്ലൂഷൻ exclusion principle. Let A1, A2, etc. A1. Let A1, comma A2, comma etc. AN be infinite set. Be infinite sets. Then union of I going from 1 to n ai, that is cardinality of A union, that is A1 union, A2 union, A3 union, etc. AN. അതിന്റെ cardinality this equal to, that is cardinality of union of I going from 1 to n ai, this equal to, first നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ സിംഗിൾ സെറ്റിന്റെയും cardinality ആഡ് ചെയ്യും അല്ലേ, that is sigma I going from 1 to n cardinality of ai. നെക്സ്റ്റ് രണ്ട്
സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുക്കും അല്ലെ. ആർബിറ്ററി ഏത് രണ്ടെണ്ണം എടുത്ത് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഇന്റർസെക്ഷൻ ആഡ് ചെയ്യും, കാർഡിനാലിറ്റിയുള്ള ഇന്റർസെക്ഷൻ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ. എങ്ങനെ എഴുതാം? സിഗ്മ I less than or equal to, sorry, 1 less than or equal to I less than or equal to I strictly same element same set എടുക്കൂല അല്ലെ. that is I 1 less than or equal to ഒന്നും കൂടി എഴുതാം, 1 less than or equal to I less than j less than or equal to n. AI intersection A j അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്ലസ് പിന്നെ മൈനസ്, നെക്സ്റ്റ് എഗെയിൻ പ്ലസ് അല്ലേ, എഗെയിൻ പ്ലസ്. ഇനി എന്ത് ചെയ്യും, 3 സെറ്റ്സുകൾ എടുക്കും, അതിന്റെ ഇന്റർസെക്ഷനുള്ള കാർഡിനാലിറ്റി ആഡ് ചെയ്യും. എഗെയിൻ I 1 less than or equal to okay, 1 less than or equal to I less than j less than or equal to n. നെക്സ്റ്റ് AI ഒരു സെറ്റ് കൂടി എടുക്കും അല്ലേ, ദാറ്റ് ഈസ് k എന്ന നമ്പറും കൂടി എടുക്കും. strictly less than k less than or equal to n. that is AI intersection AJ intersection AK. അടുത്തത് നെഗറ്റീവ് അല്ലേ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ഫസ്റ്റ് പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ് പിന്നെ മൈനസ്. അങ്ങനെ ജനറൽ കേസ് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് പ്ലസ് എക്സെട്ര. ജനറൽ കേസ് എന്താ എഴുതാം, ലാസ്റ്റ് ടേം -1 ഓൾ പവർ ഒന്നെങ്കിൽ I plus 1 ആ രീതിയിൽ എഴുതാം അല്ലെ, അല്ലെങ്കിൽ n plus 1. n equal to 1 ആണെങ്കിൽ ദാറ്റ് ഈസ് 1 plus 1 അല്ലെ. n equal to 1 ആണെങ്കിൽ ഒരു സെറ്റ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. 2 ആണെങ്കിലോ ലാസ്റ്റ് ടേം നെഗറ്റീവ് ആയിരിക്കും വരിക അല്ലെ. 3 ആണെങ്കിലോ ലാസ്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും വരിക, ദാറ്റ് ഈസ് -1 ഓൾ പവർ n plus 1 എന്ന് എഴുതാം. നെക്സ്റ്റ് ലാസ്റ്റ് ടേം എന്താ വരിക, ദാറ്റ് ഈസ് എല്ലാറ്റിന്റെയും ഇന്റർസെക്ഷൻ, ദാറ്റ് ഈസ് cardinality of intersection I going from 1 to n AI. ഓക്കെ, ഇതാണ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു തിയറമാണ്, റിസൾട്ട് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ക്വസ്റ്റ്യൻ. Find the number of positive integer integers less than or equal to less than or equal to 3076 and divisible by 3, divisible by neither 3 nor 4. അഥവാ 3076 അല്ലെ, 3076 ചെറുതോ ഈക്വലോ ആയിട്ടുള്ള എല്ലാ ഇൻഡിജേഴ്സിന്റെ നമ്മൾ നമ്പർ എത്ര ഇൻഡിജേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യണം. എന്താ പ്രത്യേകത? 3 കൊണ്ടോ 4 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ 1 വരും, 1 ആ കൗണ്ടിൽ വരും, 2 വരും, കാരണം 2 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ 3076 ചെറുതാണ്. 3 കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 3 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 4 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 5 കൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് 6 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 7 കൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് 8 കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. 3 കൊണ്ടോ 4 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഇങ്ങനെ 3076 വരെ കൗണ്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണ് അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം?
ദ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ വേണ്ട എന്താണ്, രണ്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. എ എന്നുള്ള ഒരു സെറ്റ്, ബി എന്നുള്ള സെറ്റ്. എ എന്നുള്ള സെറ്റ് എന്ത് എടുക്കാം, 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും. എത്ര എലമെന്റ്സ് ഉണ്ട് എന്തായിരിക്കണം, ഇവിടെ 3 കൊണ്ടും ആവരുത് 4 കൊണ്ടും ആവരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 3 കൊണ്ട് ആവുന്ന എലമെന്റ്സ് എടുക്കും, എന്നിട്ട് 4 കൊണ്ട് ആവുന്ന എലമെന്റ്സ് എടുക്കും. ദാറ്റ് ഈസ് എ. A equal to, the set A equal to set of all integer അല്ലെങ്കിൽ set of all natural number എന്ത് എഴുതാം, set of all integers, positive integers such that x less than or equal to 3076 and divisible by 3. ഓക്കെ, അപ്പൊ എ എന്നുള്ള സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവാ, 3076നേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സും പക്ഷെ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ വരും, 3 വരാം, 6 വരാം, 9 വരാം, 12 വരാം, അതെ 13 വരാം, 33 വരാം, 36, അങ്ങനെ എല്ലാ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എ എന്ന സെറ്റിൽ വന്നു. ഓക്കെ, നെക്സ്റ്റ് ബി എന്ന സെറ്റ് ഡിഫൈൻ ചെയ്യാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x belongs to z such that x always less than or equal to 3076 and divisible by 4. ഓക്കെ, അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരും, 4 കൊണ്ട് വരും, 4 വരും, 8 വരും, 12 വരും, എക്സെട്ര എല്ലാം വരും. പക്ഷെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഉണ്ടായിരിക്കും. കാരണം 12 ഈ സെറ്റിലും വരും അല്ലെ, 12 ഈ സെറ്റിൽ വരും, 12 ഈ ബി എന്ന സെറ്റിലും വരും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എ എന്ന സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ ഇതിനേക്കാളും ചെറുതായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ 10നേക്കാളും ചെറുതായിട്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്, ചെറുതോ ഈക്വലോ, എന്ത് ചെയ്താൽ മതി, 10/2 എടുക്കുക, അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 5. 5ന്റെ ഫ്ലോർ ഫംഗ്ഷൻ ദാറ്റ്സ് ഈക്വൽ ടു 5. ഏതൊക്കെയാണ്, 2, 4, 6, 8, 10. അപ്പോൾ 10നേക്കാളും താഴെ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, 10/2 അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുത്താൽ മതി. നെക്സ്റ്റ് 17നേക്കാളും എത്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു, 10നേക്കാളും ചെറുതായിട്ടുള്ള എത്ര പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളതും 17നേക്കാളും ചെറിയ എത്ര പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 17/3 അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുത്താൽ മതി. ഓക്കെ, എന്താണ് 17/3, ദാറ്റ്സ് ഈക്വൽ ടു 5 പോയിന്റ് സംതിങ് വരും അല്ലെ, ദാറ്റ് ഈസ് 5 പോയിന്റ് സംതിങ്, ദാറ്റ്സ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 5 വരിക. ദാറ്റ് ഈസ് എന്താണ് ക്വസ്റ്റ്യൻ, 17നേക്കാളും ചെറുതും 3 കൊണ്ട് ഡിവിസിബിളും ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്, പോസിറ്റീവ് നമ്പർ ഓഫ് എലമെന്റ്സ് 17/3 അല്ലെ, ഏതൊക്കെയാണ്, ദാറ്റ് ഈസ് 3 വരും, നെക്സ്റ്റ് 6 വരും, നെക്സ്റ്റ് 9 വരും, നെക്സ്റ്റ് 12 വരും, നെക്സ്റ്റ് 15 വരും. ഈ 5 എലമെന്റ്സും ആണ് ഡിവിസിബിൾ നമ്പേഴ്സ് അല്ലെ. അപ്പോൾ ഇവിടെ എയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സും കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ദാറ്റ് ഈസ് എ എന്ന സെറ്റിൽ എന്താണുള്ളത്, 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 3076നേക്കാളും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും വേണം. ദാറ്റ് ഈസ് കാർഡിനാലിറ്റി ഓഫ് എ. Cardinality of A equal to 3076 divided by 3. ഇതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കാം. That equal to എത്രയായിരിക്കും വരിക, that is നിങ്ങൾ കാൽക്കുലേറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 1025.33333. ഇതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ ആണ്, നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, അപ്പോൾ ഇൻഡിജേഴ്സ് ഒരു ഇൻഡിജർ ആയിരിക്കും കിട്ടാം. therefore ഇതിന്റെ ഇൻഡിജർ വാല്യൂ എടുക്കാം, ദാറ്റ് ഈസ് ഫ്ലോർ ഫംഗ്ഷൻ എടുക്കാം, ദാറ്റ് ഈസ് 1025. അപ്പോൾ 3076നേക്കാളും ചെറുത് ആയിട്ടുള്ള 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് 1025. നെക്സ്റ്റ് അതുപോലെ തന്നെ കാർഡിനാലിറ്റി ഓഫ് ബി. Cardinality of B that equal to 3076 divided by 4.
divided by 4. That equal to 7. ഒരു കറക്റ്റ് ഇൻറ്റിജർ ആണ് കിട്ടുന്നത് 769. അതിന്റെ ഫോർ ഫംഗ്ഷൻ 769. ഓക്കെ. അപ്പോൾ എ എന്നുള്ള സെറ്റിലുള്ളത് ഡിവിസിബിൾ നമ്പേഴ്സ് ആണ്, ബി എന്നുള്ള സെറ്റിൽ ഡിവിസിബിൾ നമ്പേഴ്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ നൈദർ ഡിവിസിബിൾ ബൈ നൈദർ 3 or 4. 4 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഒരു സെറ്റും കൂടി കണ്ടുപിടിക്കണം. ഒരു സെറ്റും കൂടി 2 കൊണ്ടും അഥവാ എ ഇന്റർസെക്ഷൻ ബി രണ്ടിലും വരുന്ന ഇൻഡിജേഴ്സ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു 12 രണ്ടിലും വരുന്ന ഇൻഡിജേഴ്സാ അല്ലെ. രണ്ടിലും വരുന്ന ഇൻഡിജേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അത് 4 കൊണ്ടും ഡിവൈഡ് ചെയ്യും, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യും അല്ലെ. രണ്ട് സെറ്റിലും എയിലും ബിയിലും വരുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത എ എന്ന സെറ്റ് എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. ബി എന്ന സെറ്റിന്റെ പ്രത്യേകത 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ രണ്ടിലും വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? 3 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. അഥവാ ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് 12 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് വരിക. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 12 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 3076നേക്കാളും ചെറുതായിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. അതാണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരിക. ഓക്കെ. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 3076 ഡിവൈഡ് ബൈ 12. കാരണം 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ത് ഇതിൽ വരുന്ന നമ്പർ ഓഫ് ഇൻഡിജേഴ്സ്. ദാറ്റ് ഈസ് 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ. therefore this equal to 256 point something, that is 333. അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 256 വരും. ഓക്കെ. ഇനി then എ യൂണിയൻ ബി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ഇപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് എ അറിയാം, നമ്പർ ഓഫ് ബി അറിയാം, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ. Okay, number of A union B union, that's equal to number of A plus number of B plus number of A plus number of B minus number of A intersection B. This equal to എന്തായിരിക്കും വരിക? That is 1025 plus 769 minus 256. This equal to 1538. ഈ നമ്പർ എന്താണ്? 3 കൊണ്ടോ 7 കൊണ്ടോ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3076. അല്ലേ? ദാറ്റ് ഈസ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയിലെ that is A union B, this equal to number of positive integers, the number of positive integers, number of elements എന്ന് എഴുതാം. which divisible by number of elements less അല്ലെങ്കിൽ number of number of positive integers which is less than or equal to 3076 and divisible by 3 or 4. അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? 3 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ
3 കൊണ്ടും ആവരുത് 4 കൊണ്ടും ആവരുത്. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത നമ്പേഴ്സ് ആണ് വേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു നമുക്കറിയാം, ദിസ് ഈക്വൽ ടു 1538. അപ്പൊ ഇത് രണ്ടും അല്ലാത്ത എന്തായിരിക്കും? therefore our required answer എന്തായിരിക്കും? that is 3076 നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് കിട്ടും അല്ലേ? therefore number of positive integers less than or equal to 3076 and divisible by neither 3 nor 4. This equal to 3076 minus 1038. Therefore this equal to എത്രയായിരിക്കും ആൻസർ വരിക? കറക്റ്റ് ഇതിന്റെ നേരെ പകുതിയാണ് അല്ലേ? therefore 1038. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നല്ലോ. ക്വസ്റ്റ്യൻ 3 കൊണ്ടോ 4 കൊണ്ടോ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ വെച്ച് ആൻസർ കഴിഞ്ഞിരുന്നു അല്ലേ? അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the number of positive integer less than or equal to 2076 and divisible by 3, 4, 5 or 5 അല്ലേ? തൊട്ട് മുന്നത്തെ ഫസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയ ആ ഒരു മെത്തേഡിൽ നോട്ട് ഡിവിസിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ പോലെ ഡിവിസിബിൾ നമ്പേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പേഴ്സ് നിന്ന് മൈനസ് ചെയ്യാം. ഇവിടെ ഡിവിസിബിൾ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നോട്ട് ഡിവിസിബിൾ നമ്പേഴ്സ് ആണെങ്കിൽ തൊട്ട് മുന്നത്തെ പോലെ ചെയ്യാം. ഡിവിസിബിൾ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 3 സെറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് സെറ്റ് എ എന്നുള്ള സെറ്റ് ഓഫ് ഓൾ x belongs to z such that x less than or equal to x is a positive integer അല്ലേ? that is x, ഞാൻ ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. x strictly less than 0 less than x less than 2076 and divisible by 3. Next, the set B, that is set of all x belongs to z such that 0 less than x less than or equal to 2076 and divisible by 4. Next, C and the set, that is x belongs to z such that
0 less than x less than or equal to 2076 and divisible by 5. Okay. Next, ഇനി നമുക്ക് വേണ്ടതാണ് എ എന്ന സെറ്റിൽ ബി എന്ന സെറ്റിൽ സി എന്ന സെറ്റിൽ എത്ര എലമെന്റ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. തൊട്ട് മുന്നത്തെ പോലെ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എ 3 4 5 ഇതിന്റെ ഒക്കെ ജി സി ഡി എന്താണ്? ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് 3 4 1 അല്ലേ. നെക്സ്റ്റ് ജി സി ഡി ഓഫ് 4 5 1. നെക്സ്റ്റ് ജി സി ഡി ഓഫ് 3 5 ഇതെല്ലാം 1. ഓക്കെ. ഇപ്പൊ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം. എന്തിനാ ചെക്ക് ചെയ്യുന്നുള്ളത് പറയാം. ഓക്കെ. നെക്സ്റ്റ് നമ്പർ ഓഫ് എ, കാർഡിനാലിറ്റി ഓഫ് എ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 2076 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 692 വരും. 692. നെക്സ്റ്റ് കാർഡിനാലിറ്റി ഓഫ് ബി, കാർഡിനാലിറ്റി ഓഫ് ബി ദിസ് ഈക്വൽ ടു എന്ത് വരും? 2076 divided by 4 അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ ദാറ്റ് ഈക്വൽ ടു 590. നെക്സ്റ്റ് കാർഡിനാലിറ്റി ഓഫ് സി, കാർഡിനാലിറ്റി ഓഫ് സി ദാറ്റ്സ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ 2076 divided by 5 ദാറ്റ്സ് ഈക്വൽ ടു 415.2. ദാറ്റ് ഈസ് അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 415 വരും. ഓക്കെ. ഇനി എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി ദിസ് ഈക്വൽ ടു അഥവാ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എന്ത് വരും? 2076 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ എ എന്നുള്ളതിൽ ഡിവിസിബിൾ ബൈ 3 ആണ്. നെക്സ്റ്റ് ഇത് 4 ആണ്. നെക്സ്റ്റ് ഇത് 5 ആണ്. നെക്സ്റ്റ് എയിലും ബിയിലും ഉള്ള നമ്പേഴ്സ് എന്തായിരിക്കും? ഇതിന്റെ പ്രൊഡക്റ്റ് ആവണമെന്നില്ല എപ്പോഴും. ജി സി ഡി 1 ആണെങ്കിൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ജി സി ഡി ആണ്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എന്താ പറയാം? ദാറ്റ് ഈസ് ദിസ് ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് 5 അല്ലെങ്കിൽ 3 and 4. ജി സി ഡി ആണ് എപ്പോഴും എടുക്കുക. അപ്പോൾ ജി സി ഡി അല്ല, മൾട്ടിപ്പിൾ ആവണമെന്നില്ല ശരിക്കും. LCM least common multiple, that is least common multiple എപ്പോൾ പ്രൊഡക്റ്റ് വരുന്നത്? GCD 1 വരുന്നു. അപ്പോൾ GCD 1 ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ മതി. ഇനി GCD 1 അല്ലെങ്കിലോ അതിന്റെ കോമൺ മൾട്ടിപ്പിൾ ആണ് എടുക്കേണ്ടത്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ LCM ആണ് എപ്പോഴും ഇതിനെടുക്കുക. LCM ഓഫ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് LCM ഓഫ് 4 എന്തായിരിക്കും? 12 ആണ്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ രണ്ടിന്റെയും LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM ഓഫ് 4 5 ദാറ്റ്സ് ഈക്വൽ ടു 20 അല്ലേ. അപ്പോൾ GCD 1 ആണെങ്കിൽ LCM എന്തായിരിക്കും? അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, therefore ഇവിടെ എന്തായിരിക്കും? ജസ്റ്റ് മൾട്ടിപ്പിൾ ആണ്. തൊട്ട് മുന്നേ നമ്മൾ മൾട്ടിപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവിടെയും LCM ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം GCD 1 ആയിരുന്നു. നെക്സ്റ്റ് A ഇന്റർസെക്ഷൻ B എന്തായിരിക്കും? ഇവിടെ number of A intersection B, that is floor function of 2076 divided by 12, that equal to answer 173 കിട്ടും. Okay, next അടുത്തത് B intersection C, that equal to floor function of 2076 divided by 20 അല്ലേ, 4 into 5 that is 173. 173. Sorry, 173 അല്ല, എനിക്കൊന്ന് 103. 103. Next,
A intersection C അല്ലെങ്കിൽ C intersection A intersection C, that is floor function of 2076 divided by എന്ത് വരും 20 വരും, sorry 15 വരും അല്ലേ, that is 3 into 5, that is 50, is equal to 138 വരും അല്ലേ, 138 point something ആയിരിക്കും, 138 വരും. നെക്സ്റ്റ് ലാസ്റ്റ് A intersection B intersection C. A intersection B intersection C, cardinality of A intersection, that is A intersection B intersection C, that equal to ഏതൊക്കെയായിരുന്നു 3 ഉണ്ട് 4 ഉണ്ട് 5 ഉണ്ട്, ഇതിന്റെ LCM എന്തായിരിക്കും, that's equal to 16 അല്ലേ, that is 3 into 4 into 5, that's equal to 60, 20 into 3, that is 60, that is floor function 2076 divided by 60. This equal to I think 34 point something, that is 34 point, calculate നിങ്ങൾക്ക് എൻട്രി ചെയ്താൽ മനസ്സിലാവും, 34.6 വരും, that is this equal to 34. Okay, complete ആയി. Therefore നമ്മുടെ final answer, that is by inclusion exclusion principle, A union B union C, this equal to number of A plus number of B plus number of C minus number of A intersection B. Okay, ഞാൻ same notation തന്നെ ഉപയോഗിക്കാം, number of A intersection B minus number of A intersection C minus number of A intersection B intersection C plus number of number of A intersection B intersection C. This equal to ഏതൊക്കെയായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നമ്പേഴ്സും നമുക്കറിയാം അല്ലേ, എല്ലാം 1 by 1 നിങ്ങൾ ആഡ് ചെയ്യാം, that equal to 692 plus 519 plus 415 minus 173 minus 103 minus 138 plus 34, that equal to complete 1246. ഇതാണ് complete answer. Okay, ഇതാണ് principle of exclusion and inclusion principle. Okay, next video നമുക്ക് തുടർന്നുള്ള portion continue ചെയ്യാം. Thank you.